അല്ല, അങ്ങ് പറഞ്ഞിട്ടുണ്ട് പുഷ്പം പോലെയാണ് കഥകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, പക്ഷെ എല്ലാം അത് താളുകളിലേക്ക് പകരണം എന്നില്ല. ഇപ്പം എത്രയോ പുഷ്പങ്ങൾ അടർന്ന് വീണ് പോയിരിക്കുന്നു. ശരിയാണ്. നിരവധി പുഷ്പങ്ങൾ എന്താണ് അടർന്ന് വീണ് പോയിട്ടുണ്ടല്ലേ? ശരിയാണ്. പലരും നിർബന്ധിക്കുമ്പോഴാണ് അങ്ങ് കഥ എഴുതുന്നത് ഇപ്പോഴത്തെ കാലത്ത് പറയുന്നുണ്ട്. അതായത് ഓണപ്പതിപ്പിന് വേണം, അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റിന് വേണം എന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കും. ഈ ഓണപ്പതിപ്പിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ളത് ഒന്നെടുത്തങ്ങ് കൊടുക്കുക. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് അടുത്ത കാലത്ത് ദേശാഭിമാനി ഓണപ്പതിപ്പിലേക്ക് ഞാൻ എഴുതിയ കഥ 34 കൊല്ലം മുമ്പ് എൻ്റെ മനസ്സിൽ വന്ന് ഞാനത് എടുത്ത് അവിടെ വെച്ചതാണ്. ഈ അടുത്ത കാലത്ത് വന്ന അടുത്ത ഒരു 2-3 കൊല്ലത്തിന് ഉള്ളിൽ. ഓർമ്മയുണ്ടോ ടൈറ്റിൽ? ഓർമ്മയില്ല. അതിലെ കഥാപാത്രങ്ങളും അതും ഇതുമൊക്കെ ഓർമ്മയുണ്ട്. അതേപോലെ ഈ 34 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൾഫിലെ ഒരു നഗരത്തിൽ നിന്ന് എനിക്കൊരനുഭവം ഉണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, എടാ ഇതൊരു കഥയാണല്ലോ. ഞാനത് പതിവ് പോലെ ഇവിടെ സൂക്ഷിച്ചു വെച്ചു, എപ്പോഴെങ്കിലും റിട്രീവ് ചെയ്യും. പിന്നീട് ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ വീണ്ടും ഗൾഫിൽ പോയപ്പോൾ ഞാനൊരു കാഴ്ച കാണുന്നു. എൻ്റെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തുള്ള ഒരു കാഴ്ച കാണുന്നു. അപ്പോഴെൻ്റെ മനസ്സിൽ ഓടി വന്നത് 34 കൊല്ലം മുമ്പുള്ള ആ അനുഭവമാണ്. ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ആ സ്ക്രിപ്റ്റാണ്. അതാണ് എടുത്ത് കൊടുത്തത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു പ്രലോഭനത്തിനോ നിർബന്ധത്തിനോ വഴങ്ങി കഥ എഴുതിയിട്ടില്ല. എഴുതിയാൽ ശരിയാവില്ല, അത് നല്ലതും ആവില്ല. ആരെഴുതിയാലും